ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രക്കിംഗ് വീഡിയോ ആണ്. അതെങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന മല. എന്നാലും നമുക്ക് ഒന്ന് പോയി നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ട്രക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ മുമ്പ് നമ്മുടെ വീടിൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോയ്ക്ക് വേണ്ടി ട്രക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം കയറാനുള്ളത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ, റബ്ബർ തോട്ടത്തിലൂടെ വേണം. നമുക്ക് ഏകദേശം ഈ മലയുടെ പകുതിയോളം ദൂരം ഈ റബ്ബർ തോട്ടത്തിലൂടെ വേണം പോകാൻ. അതിനുശേഷമാണ് നമുക്ക് ഫോറസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ രസമുണ്ടോ? അടിപൊളി. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു താന്നിമരം അവിടെ കാണാനുണ്ട്. അടിപൊളിയാണ്. നല്ല ശിഖരങ്ങളൊക്കെ ഉള്ള ഒത്ത വണ്ണമുള്ള ഒരു താന്നിമരം. ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മലയുടെ വ്യൂ കാണാനില്ല. ഒന്നും പറയാനില്ല. കറിയോ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? വാക്കോടൻ മലയുടെ നേരെ താഴെ എൻ്റെ ഈ പുറകെ കാണുന്നതാണ് വാക്കോടൻ. അത്ര ഹൈറ്റ്. ഇനി നമുക്ക് കയറേണ്ടത് ഇതിൻ്റെ മുകളിലേക്കാണ്. നല്ല കിടിലം വഴിയാണ് ഇതിലിങ്ങനെ പോവാൻ. നമ്മളിപ്പോൾ കാണുന്ന മുമ്പിൽ അവിടെ കാണുന്ന വാക്കോടിൻ്റെ അപ്പുറ സൈഡിലുള്ള മലയാണ്. ഇതിൻ്റെ രണ്ടിനും കൂടെ നടുക്ക് കൂടെ ഒരു ഗ്യാപ്പിൽ കൂടെ വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ. ആ വഴിയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കൃത്യമായ വഴിയിലൂടെ ആയിരുന്നില്ല വന്നിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന വഴികളല്ല ഇപ്പോൾ കരിയില വീണ് അടഞ്ഞിട്ടും ഇതിൽ ആൾസഞ്ചാരം കുറവായതുകൊണ്ട് കൃത്യമായ വഴികളൊന്നും കാണാത്തതുകൊണ്ടും ഞങ്ങൾ വഴികൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. നല്ല കുത്തനെയുള്ള വഴികളായ കാരണം നല്ല പാടുപെട്ടാണ് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒന്നാമത്തെ പ്രശ്നം വഴി നമ്മൾ ഉണ്ടാക്കി പോകുന്നതായതുകൊണ്ടും കൃത്യമായ വഴിയില്ലാത്ത കാരണവും അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഇതുപോലെ കയറിയിട്ട് കുടുങ്ങിപ്പോകുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. കാണുമ്പോൾ ഈസി എന്ന് തോന്നുകയും പിന്നീട് കയറി ചെല്ലുമ്പോൾ അതിലകപ്പെട്ടു പോയും പിന്നെ എങ്ങോട്ടെന്നറിയാതെ നെട്ടം തിരികെയും ചെയ്യുന്നത് സ്വാഭാവികം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും ആവരുതേ എന്ന രീതിയിൽ മുന്നോട്ടങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കണ്ട് ആസ്വദിച്ച്
മുകളിലോട്ട് ഫോറസ്റ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളും പിന്നെ നല്ല ഒരു നേച്ചറായിട്ടാണ് തോന്നിയിരുന്നത്. യാത്ര നല്ല അഡ്വഞ്ചറായിരുന്നെങ്കിലും ഈ വഴിയൊക്കെ വരാൻ സാധിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണം തോന്നിയെങ്കിലും ഒട്ടും മടുപ്പ് തോന്നിയില്ല. പണ്ടെപ്പോഴോ ഉണ്ടായ ഉരുൾപൊട്ടൽ സംഭവിച്ചതാവാം ഈ കല്ലുകളൊക്കെ ഇതുപോലെ കിടക്കുന്നത്. ഏകദേശം ഞങ്ങൾ ഈ മലയുടെ ടോപ്പിനടുത്ത് എത്താറായി. മുമ്പിൽ ഞാൻ വഴി കാണിച്ചിങ്ങനെ മുന്നേ പോകുന്നുണ്ടെങ്കിലും പിന്നാലെ രേഷ്മ വരുമ്പോൾ ഒട്ടും ക്ഷീണമോ തളർച്ചയോ ഒന്നും കണ്ടിരുന്നില്ല. ഈസിയായി വരുന്ന പോലെ തോന്നി. അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിലെത്തി. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് ഏകദേശം നല്ല വ്യൂ ആയിരുന്നു. ആ രണ്ട് മലകളും കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വാക്കോടൻ മലയുടെ തൊട്ട് പുറകിലായി മറ്റൊരു മല കൂടെ കാണാൻ സാധിച്ചത്. താഴെ നിന്ന് കാണുന്ന വാക്കോടൻ മലയുടെ ഭംഗിയായിരുന്നില്ല മുകളിൽ ചെന്നപ്പോൾ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് തോന്നി ഇനി അങ്ങോട്ടുള്ള യാത്ര ഒരുപാട് റിസ്കി ആയിരിക്കുമെന്ന്. മറ്റൊരു ബാബു ആകാൻ താല്പര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം ഇവിടെ കൊണ്ട് നിർത്താമെന്ന് തീരുമാനിച്ചു. ഉള്ളിലേക്ക് പോയി അവസാനം നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഇറക്കേണ്ട അവസ്ഥ വരണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കൊണ്ട് യാത്ര മതിയാക്കാം എന്ന് വിചാരിച്ച് അവിടെയുള്ള വിഷ്വൽസ് എല്ലാം എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് നോക്കിയാൽ നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാമും പരിസരവും കാണാമായിരുന്നു. ഒട്ടും തന്നെ ട്രെക്ക് ചെയ്ത് പരിചയമില്ലാത്ത ഞങ്ങൾ ആദ്യ യാത്രയിൽ തന്നെ ഇത്രയും സാധിച്ചതിൽ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കാണുമ്പോൾ നിസ്സാരമായി തോന്നിയൊരു മലയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ ഇതുവഴി ആരും അങ്ങനെ കയറാറൊന്നുമില്ല. മുമ്പ് ബാബുവിൻ്റെ പോലത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഇതുപോലുള്ള മലകളിൽ കയറുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതുപോലുള്ള അഡ്വഞ്ചർ കുറവാണ്. എന്തായാലും ഇത്രയൊക്കെ സാധിച്ചല്ലോ എന്നൊരു ആശ്വാസത്തോടുകൂടി ഞങ്ങൾ വീണ്ടും മലയിറങ്ങാൻ തീരുമാനിച്ചു. കയറിയതുപോലെയല്ല, തിരിച്ചിറങ്ങാനാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. കാരണം കുത്തനെയുള്ള ഇറക്കം, ഇറങ്ങുക അത്ര എളുപ്പമല്ല. നല്ല സാവധാനം മലയിറങ്ങി ഇനി താഴെ എത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ വന്ന വഴിയിലെ കാഴ്ചകൾ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ. ബാബാ.